നമസ്കാരം. സൂപ്പർ താരം വിജയ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയായ തമിഴകം വെട്രിക്കഴകം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വെള്ളിത്തിരയിലെ ജനപ്രിയ നായകനായ ദളപതിയുടെ ഈ പ്രഖ്യാപനം MK സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള DMK സർക്കാരിന് വലിയ വെല്ലുവിളി ഉയർത്തുമോ എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. സംസ്ഥാന രാഷ്ട്രീയത്തിൽ TVKയെ ഒരു നിർണായക ശക്തിയായി വളർത്തുക എന്ന ലക്ഷ്യത്തോടെ നടൻ വിജയ് ഈ വർഷം സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ തമിഴ്നാട് മുഴുവൻ പര്യടനം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. പാർട്ടി ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം. താരം നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ഈ പര്യടനം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പ്രധാനമായി TVK BJPയുമായി ഒരു സഖ്യത്തിലും ഏർപ്പെടുന്നില്ല എന്ന് വിജയ് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുണ്ട്. പക്ഷേ വിജയ് ആദ്യമായിട്ട് ഒരു രാഷ്ട്രീയത്തിൽ ചുവടുവെക്കുകയാണ്. ഇത്രയും കാലം സിനിമാ നടനാണ്. അതുകൊണ്ട് തന്നെ വെറുതെ അമിത്ഷാ ഒന്നും കാണാതെ പറയില്ല 2026 തമിഴ്നാട് നമ്മൾ തന്നെ ഇങ്ങ് എടുക്കുമെന്ന്. എന്തൊക്കെയായാലും വിജയ്ക്ക് ഒരിക്കലും സ്റ്റാലിന്റെ കോട്ടയിലേക്ക് കയറി ചെല്ലാൻ പറ്റില്ല. വിജയ്ക്ക് തമിഴ്നാട്ടിൽ ഒരു രാഷ്ട്രീയമായ ഒരു തേരോട്ടം അവിടെ നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ വിജയുടെ കുറച്ച് നേതാക്കളെ അവിടെ MLA-മാരായിട്ട് അവിടുത്തെ നിയമസഭയിൽ കൊണ്ടുവരണമെങ്കിൽ വിജയെ സംബന്ധിച്ചിടത്തോളം വിജയ്ക്ക് BJPയുമായിട്ട് കൈകൊടുക്കണം. കൂടാതെ അവിടുത്തെ AIADMKയുമായിട്ട് ഒരു ബന്ധം വരണം. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും BJPയും AIADMKയും ഇപ്പോൾ രണ്ടും കൈകോർത്ത് നിൽക്കുകയാണ്. അവരുടെ സ്ഥാനാർത്ഥിയാണ്, അവരുടെ നേതാവിനെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ BJPയുടെ അധ്യക്ഷനാക്കി ഇരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജയ്ക്ക് ഒറ്റക്കിറങ്ങി മത്സരിക്കാൻ പറ്റില്ല. കാരണം വിജയ് സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ പിച്ച വച്ച് നടക്കുകയാണ്. സിനിമയിലൊക്കെ കാണുന്നത് പോലെ ഒരു സ്റ്റേജൊക്കെ കെട്ടി, ഒരു ടെൻ്റൊക്കെ കെട്ടി, ഒരു 10-20 ചാക്ക് അരി അല്ലെങ്കിൽ 10-50 ചാക്ക് സൈക്കിള് അങ്ങനെയൊക്കെ കൊടുത്ത് സിനിമ ഷൂട്ടിംഗ് പോലെ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്ന പോലെ കുറച്ച് നേടാം, അങ്ങനെ കുറച്ച് ജനപ്രീതി നേടാം. പക്ഷേ രാഷ്ട്രീയത്തിന്റെ ഗോതയിലേക്ക് ഇറങ്ങുമ്പോൾ വിജയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ബാലികേറ മലയായിട്ട് തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് അദ്ദേഹത്തിന്റെ മതേതര നിലപാടിനെ കൂടിയാണ് വ്യക്തമാക്കുന്നത്. തമിഴ് മക്കളുടെ ഇഷ്ടനടൻ ദളപതി വിജയുടെ വരവിനെക്കുറിച്ച് വർഷങ്ങളായി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. ഒടുവിൽ ഈ ഊഹാപോഹങ്ങൾക്ക് വിരാമമിട്ട് 2024 ഫെബ്രുവരിയിലാണ് തമിഴക വെട്രിക്കഴകം ഔദ്യോഗികമായി നിലവിൽ വന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് അന്ന് തന്നെ വിജയ് പ്രഖ്യാപിച്ചിരുന്നു. പകരം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ അടിത്തറ കെട്ടിപ്പടുക്കുന്നതിനും ജനകീയ പിന്തുണ ഉറപ്പാക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാനപരമായ രാഷ്ട്രീയ മാറ്റത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. TVKയുടെ കാഴ്ചപ്പാട് വിശദീകരിച്ചുകൊണ്ട് വിജയ് മുമ്പ് പറഞ്ഞതിങ്ങനെയാണ്: അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം ഒരു താത്കാലിക പ്രകടനമല്ലെന്നും ദീർഘകാല ലക്ഷ്യങ്ങളോടെയുള്ളതാണെന്നും ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. വിജയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ അദ്ദേഹത്തിന് മുന്നിൽ ഇനിയുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. പുതിയതായി ആരംഭിച്ച ഒരു പാർട്ടിയെ നയിച്ച് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്നത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ദൗത്യം. മുഖ്യമന്ത്രി MK സ്റ്റാലിനെ സ്ഥാനഭ്രഷ്ടനാക്കാനുള്ള ശ്രമത്തിൽ ഭരണകക്ഷിയായ DMKയുടെ ശക്തമായ രാഷ്ട്രീയ അടിത്തറയും വെല്ലുവിളിക്കേണ്ടതുണ്ട്. ഒരു വർഷം പോലും തികയാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് അത്യന്തം ശ്രമകരമായ കാര്യമായി തോന്നാമെങ്കിലും നടൻ എന്ന നിലയിലുള്ള വിജയുടെ ജനപ്രീതിയെ അത്ര വില കുറച്ച് കാണാനാവില്ല. MGRും ജയലളിതയും തമിഴ്നാട്ടിൽ സൃഷ്ടിച്ച രാഷ്ട്രീയ തരംഗങ്ങൾ സിനിമയിലെ ജനപ്രീതിയുടെ പിൻബലത്തിലായിരുന്നു. വിജയ്ക്ക് അത്തരമൊരു അത്ഭുതം ആവർത്തിക്കാൻ കഴിയുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ. അദ്ദേഹത്തിന്റെ ആരാധക വൃന്ദം വോട്ടുകളാക്കി മാറ്റാൻ കഴിഞ്ഞാൽ അത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വഴിയൊരുക്കുക വലിയൊരു മാറ്റത്തിനായിരിക്കും. അതിൽ യാതൊരു തർക്കവുമില്ല. നിലവിൽ DMKയും AIADMKയും തമ്മിലുള്ള ശക്തമായ മത്സരമാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിലുള്ളത്. വിജയുടെ TVK കടന്നു വരുന്നതോടെ ഈ ദ്വിമുഖ മത്സരത്തിന് ഒരു പുതിയ മാനം കൈവരും. അഴിമതിയും ജനക്ഷേമവുമാണ് വിജയ് പ്രധാന പ്രചാരണ വിഷയങ്ങളാക്കാൻ സാധ്യത. ഒപ്പം തമിഴ് ദേശീയതയിലും ദ്രാവിഡ രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിന്റെ നിലപാടുകളും നിർണായകമാകും. എന്തായാലും 2026 തമിഴ്നാട് തിരഞ്ഞെടുപ്പ് പോരാട്ടം പ്രവചനാതീതവും ആവേശകരവുമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ദളപതിക്ക് MK സ്റ്റാലിന്റെ കോട്ട തകർക്കാൻ കഴിയുമോ എന്ന് കാത്തിരുന്ന് കാണണം. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്.
സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമയി TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.